ഹലോ, അസ്സലാമു അലൈക്കും. വാവ ആൻഡ് പൊന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുവൈറ്റിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കുവൈറ്റ് യാത്രയിൽ ഞങ്ങൾ പോയ കുറച്ച് കാഴ്ചകളും രസങ്ങളും ഫുഡ് കഴിക്കലും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കുവൈറ്റിലേക്ക് തിരിച്ചത്. അപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുവൈറ്റ് ബോർഡറിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. 2 വശവും മരുഭൂമിയും ഈന്തപ്പനയും മാത്രമാണുള്ളത്. വേറെ ഒന്നുമേ അവിടെ ഒന്നും കാണാനില്ല. കുവൈറ്റിലേക്കുള്ള യാത്രയെന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത വിജനഭൂമിയിലൂടെ ഒരു യാത്ര. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അപ്പോൾ ഞങ്ങൾ ഫാമിലി മാത്രമാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും മക്കളും കൂടെയാണ് പോകുന്നത്. എനിക്കും മക്കൾക്കും കൂടെയാണ് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി പോയത്. വാവയും പൊന്നൂസും കൂടെ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഉച്ചയായ സമയം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലം ഏതാണെന്ന് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഏതോ ഒരു സ്ഥലം, അങ്ങനെ ഒരു ഹോട്ടൽ. അപ്പോൾ ഞങ്ങളവിടെ കയറി ഫുഡ് കഴിക്കുന്നതിനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വാവയും പൊന്നൂസും കുറച്ച് ഡോഗ് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹോട്ടലിലെ കാഴ്ചകൾ. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫുഡ് ഇപ്പം വരും, വെയിറ്റിംഗ് ആണേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ചിക്കൻ തന്തൂരിയും പിന്നെ പൊട്ടാത്തീസ്, പിന്നെ കുബൂസ്, ബിരിയാണി. കുബൂസല്ല കേട്ടോ, അത് റൊട്ടിയാണ്. അതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും യോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതാണ് ഫുഡ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തീർന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിച്ച്. കാണാനിതേ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ. കുവൈറ്റിലോട്ട് പോകുന്ന റോഡെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ഇരുവശവും മണൽ മാത്രമുണ്ട്. പിന്നെ ഇത് കാണുന്നത് ഉപ്പുപാടമാണ്. അപ്പോൾ പോകുന്ന വഴി കുറേ ചെന്നപ്പോൾ ഉപ്പുപാടം കണ്ടതാണ്. പക്ഷേ അവിടെ വണ്ടി നിർത്താനുള്ള സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് പോയി. അപ്പോൾ ഈ വെള്ളം പോലെ കാണുന്നത് മൊത്തം ഉപ്പുപാടമാണ്. കൊള്ളാം അല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഉപ്പുപാടം. ഇത്രമാത്രം ഉപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഉപ്പുപാടം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂ. വീണ്ടും മരുഭൂമി തന്നെ, മരുഭൂമി മാത്രമേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഏകദേശം നമ്മൾ കുവൈറ്റ് ബോർഡർ എത്തിയപ്പോൾ 4 മണി കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണി കഴിഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയാൻ. അവിടെ ചെന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ സൂര്യൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ വെറുതെ വിടുന്ന ഒരു ലക്ഷണവും ഇല്ല. പുറത്ത് അത്രമാത്രം ചൂടാണ്. പിന്നെ ബോർഡറിലുള്ള പരിപാടിയൊന്നും, പാസ്പോർട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ഫോൺ എടുത്തപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ എന്നെ ഒന്ന് ചറഞ്ഞു. അപ്പം ഞാൻ ഫോൺ അങ്ങ് ബാഗിൽ വെച്ച്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 6:30 ആയപ്പോൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു. ചായയും വടയും ഒക്കെ കഴിച്ചു. പക്ഷേ അപ്പോഴേക്ക് ഫോണിൻ്റെ ചാർജ് തീർന്നതുകൊണ്ട് അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സുഹൃത്തുക്കൾ സദയം ക്ഷമിക്കുക. പിന്നെ ഇത് അഫർബാത്തിൽ ഉള്ള ലുലു ആണ്. അഫർബാത്ത് വഴി വന്ന സമയത്ത് അവിടെ ലുലു എടുത്തതാണ് വീഡിയോ. സോറി. അപ്പോൾ അവിടെ ഇറങ്ങിയില്ല, കാരണം അപ്പോൾ തന്നെ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ എങ്ങും ഇറങ്ങാൻ നിന്നില്ല. തിരിച്ച് ഞങ്ങൾ ഒനൈസയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 2 മണി കഴിയും. അതുകൊണ്ട് നേരെ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു. രാത്രി യാത്ര.
ഏകദേശം 8 മണിക്കൂർ വൺ സൈഡ് തന്നെ ഉണ്ട് കുവൈറ്റിലേക്കുള്ള യാത്ര. തിരിച്ചുള്ള യാത്ര ഇങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഫുഡ് മിക്കം ഇല്ലേ അല്ലേ? രാത്രി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ? നമുക്ക് റോഡ് കാണുന്നതിന് രാത്രിയാണെന്ന് തോന്നുന്നു സൗന്ദര്യം കൂടുതൽ. രാത്രിക്കാണ് ഭംഗി കൂടുതൽ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. റോഡ് മാത്രം കാണിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തോ പറയാനാണ്? റോഡും ലൈറ്റും ഈന്തപ്പനയും മാത്രമേ ഉള്ളൂ കാണാൻ. അപ്പം നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല, ഏത് ഹോട്ടലാണെന്ന് എനിക്കറിയത്തില്ല. ഏതോ ഒരു ഹോട്ടൽ. അപ്പോൾ അവിടെയും പൊന്നൂസും അവയും കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഷോ. അപ്പോൾ അൽഫാം ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം പിന്നെയും ഒരു 2-3 മണിക്കൂർ ദൂരം കൂടി ഞങ്ങൾക്ക് എത്താൻ വേണ്ടിയുണ്ട്. ഏകദേശം 2:30 മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 16 മണിക്കൂർ യാത്രയായിരുന്നു. രാവിലെ 9 മണിക്ക് പോയപ്പോൾ വെളുപ്പിന് 2:30-3 മണിയായപ്പോൾ തിരിച്ച് റൂമിലെത്തി. അങ്ങനെ അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.